ടിക്കി ടക്ക സിനിമയുടെ വമ്പൻ അപ്ഡേറ്റ്. പൃഥ്വിരാജ് സുകുമാരൻ, രാഹുൽ സദാശിവൻ ചിത്രം ഒടിയൻ നമ്മൾ ഉദ്ദേശിച്ച സിനിമയാവില്ല. പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന സിനിമയുടെ രണ്ടാം ഭാഗം വരുന്നു. ഹൈ ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഐ നോബഡി. റോഷാക്ക് എന്ന സിനിമയ്ക്ക് ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ഐ നോബഡിയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന രാജീവൻ എന്ന കഥാപാത്രത്തെ ഫോക്കസ് ചെയ്താണ് ട്രെയിലർ ആരംഭിക്കുന്നത്. തന്റെ ഭാര്യയും മകളുമൊത്ത് ലളിതവും സമാധാനപരവുമായ ജീവിതം നയിച്ചു വരുന്ന ഒരു സാധാരണക്കാരനായ രാജീവൻ ഒരു ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട് കുടുങ്ങുന്നതോടെ കഥയുടെ ട്രാക്ക് മാറുന്നതും അയാൾ ആ കൊള്ളയിൽ പെട്ടുപോയ ഇരയാണോ അതോ അതിന് പിന്നിൽ മറ്റു വലിയ ശക്തികളുണ്ടോ എന്ന വലിയൊരു സസ്പെൻസ് ട്രെയിലർ നിലനിർത്തുന്നുണ്ട്. പ്രധാനമായും ആക്ഷൻ രംഗങ്ങൾക്ക് ഐ നോബഡിയിൽ വലിയൊരു പ്രാധാന്യം ഉണ്ടെന്ന് തോന്നലും ട്രെയിലർ സമ്മാനിക്കുന്നുണ്ട്. ദിനേശ് പുരുഷോത്തമൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ഈ ചിത്രത്തിൽ മ്യൂസിക് ഒരുക്കുന്നത് ജേക്സ് ബിജോയ് ആണ്. വരുന്ന ജൂലൈ 9 ഐ നോബഡി റിലീസിനെത്തും. ഹോളിവുഡിൽ നിന്നും വളരെ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന സിനിമയുടെ സെക്കൻഡ് ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിരുന്നു. ശരിക്കും ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുന്ന ട്രെയിലർ കട്ടാണ് മൂവി ടീം പുറത്തുവിട്ടിട്ടുള്ളത്. നോവേ ഹോമിന് ശേഷം തനിച്ചായ പാർക്കറുടെ ജീവിതവും അയാൾ നേരിടാൻ പോകുന്ന പുതിയ പ്രതിസന്ധികളുമാണ് ഈ ഒരു ട്രെയിലറിൽ പ്രധാനമായും കാണിക്കുന്നത്. നോവേ ഹോമിലെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സ്പെല്ല് കാരണം ലോകം മുഴുവൻ പീറ്റർ പാർക്കർ ആരാണെന്നുള്ള കാര്യം മറന്നിരുന്നു. MJക്കും നെഡിനും പോലും പീറ്ററിന് ഓർമ്മയില്ല. ട്രെയിലറിലെ ഏറ്റവും വലിയൊരു സർപ്രൈസ് പീറ്ററിന്റെ സൂപ്പർ പവറുകളിൽ വരുന്ന മാറ്റങ്ങളാണ്. തന്റെ DNA-യിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെന്നും ശക്തികളെ നിയന്ത്രിക്കാൻ പാടുപെടുകയാണെന്നും പീറ്റർ തിരിച്ചറിയുന്നതായി ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. അതിന്റെ പരിഹാരത്തിനായി പീറ്റർ ബ്രൂസ് ബാനർ അഥവാ ഹൾക്കിന്റെ സഹായം തേടുന്നതും കാണാം. ഹൾക്കിനെ കൂടാതെ ദ പണീഷറും കൂടെ ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട്. ഷാൻചി എന്ന സിനിമയുടെ സംവിധായകനായ ഡെസ്റ്റിൻ ഡാനിയൽ ക്രേറ്റൻ ആണ് ബ്രാൻഡ് ന്യൂ ഡേ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ആരാധകർക്ക് മറ്റൊരു സർപ്രൈസ് എന്തെന്നാൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ആഗോള റിലീസിന് ഒരു ദിവസം മുമ്പ്, അതായത് ജൂലൈ 30 ഇന്ത്യയിൽ ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ റിലീസിന് ജൂലൈ 31 സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ തിയേറ്ററുകളിലേക്ക് എത്തുക. റീസെന്റായി മലയാളത്തിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ഒരു കോമഡി ആക്ഷൻ സിനിമയാണ് അതിരടി. ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ അതിരടി ഇന്നു മുതൽ സോണി ലിവിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ദിലീഷ് പോത്തൻ, ജോണി ആന്റണി, ശ്രീകാന്ത് മുരളി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രശാന്ത് മോഹൻ സംവിധാനം ചെയ്ത് നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു കോമഡി മിസ്റ്ററി സിനിമയാണ് സത്യത്തിൽ സംഭവിച്ചത്. സെൻസർ ബോർഡിൽ നിന്നും U സർട്ടിഫിക്കറ്റ് ലഭ്യമായ ഈ ചിത്രത്തിന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം 1 മണിക്കൂറും 57 മിനിറ്റും. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് ശേഷം ചിദംബരത്തിന്റെ സംവിധാനത്തിൽ ടൊവിനോ തോമസ്, ആദിശേഷൻ, ഫർസാന പാലത്തിങ്കൽ, ഗണപതി, ചന്തു സലിംകുമാർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒരു മലയാളം മിസ്റ്ററി ഡ്രാമ ത്രില്ലർ സിനിമയാണ് ബാലൻ. ചിത്രം നാളെ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കുകയാണ്. സെൻസർ ബോർഡിൽ നിന്നും UA സർട്ടിഫിക്കറ്റ് ലഭ്യമായ ബാലന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 27 മിനിറ്റും. തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് അതിമനോഹരം. നിലവിൽ കേരളത്തിൽ വെച്ച് ചിത്രീകരണം നടന്നു വന്നിരുന്ന അതിമനോഹരത്തിന്റെ ഈ ഷെഡ്യൂളിലെ ലാലേട്ടന്റെ പോർഷൻസിന്റെ എല്ലാം തന്നെ ഷൂട്ടിംഗ് വർക്കുകൾ ഇന്നലെ കൊണ്ട് പൂർത്തിയായതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ ആഴ്ചയോടുകൂടി തന്നെ നിലവിൽ നടന്നു വരുന്ന ചിത്രീകരണം പാവുകയും ചെയ്യും. തുടർന്ന് 1 മാസത്തോളം ബ്രേക്ക് നൽകിയ ശേഷം ജൂലൈ അവസാന വാരത്തിലാവും അതിമനോഹരത്തിന്റെ അവസാന ഷെഡ്യൂൾ ചിത്രീകരണം മുംബൈയിൽ വെച്ച് ആരംഭിക്കുക. ലാലേട്ടനൊപ്പം മീര ജാസ്മിൻ, ജഗദീഷ്, ഇർഷാദ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന അതിമനോഹരത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഇന്ദ്രൻസ്, മാധു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വർഷ വാസുദേവ് സംവിധാനം ചെയ്ത ഒരു ഫീൽ ഗുഡ് എന്റർടൈൻമെന്റ് സിനിമയാണ് ചിന്ന ചിന്ന ആസൈ. ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. നാളെ ജൂൺ 19 മുതൽ ചിന്ന ചിന്ന ആസൈ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. ദൃശ്യം 3യുടെ വൻ വിജയത്തിന് പിന്നാലെ ഇന്ത്യയിലെ പ്രമുഖ സിനിമാ നിർമ്മാണ കമ്പനിയായ പനോരമ സ്റ്റുഡിയോസ് 2 പുതിയ മലയാള സിനിമകൾ പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രശസ്ത നിർമ്മാതാവ് ജേക്കബ് കെ ബാബുവുമായി സഹകരിച്ചാണ് പനോരമ സ്റ്റുഡിയോസ് ഈ ചിത്രങ്ങൾ ഒരുക്കുന്നത്. 2 സിനിമകളിലും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളായി ഫഹദ് ഫാസിലാണ് നായകനായിട്ടെത്തുക. ശക്തമായ തിരക്കഥകളും അണിയറ പ്രവർത്തകരുടെ കാഴ്ചപ്പാടുകളുമാണ് തന്നെ ഈ പ്രോജക്ടുകളിലേക്ക് എത്തിച്ചതെന്നാണ് ഫഹദ് ഫാസിൽ പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു വിശാൽ, ഐശ്വര്യലക്ഷ്മി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ചെല്ല അയ്യാവ് സംവിധാനം ചെയ്ത് ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു കോമഡി ആക്ഷൻ ഫാമിലി ചിത്രമാണ് ഗാട്ടാ ഗുസ്തി 2. ചിത്രത്തിന്റെ തമിഴ്നാട് തിയേറ്ററിക്കൽ റൈറ്റ്സ് റെഡ് ജൈൻ മൂവീസ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. വരുന്ന ജൂലൈ 3 ഗാട്ടാ ഗുസ്തി 2 തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. മലയാളത്തിന്റെ പ്രിയതാരം ലാലേട്ടന്റെ ക്ലാസിക് ചിത്രം കിരീടം റീ റിലീസിനെത്തുന്നു. ചിത്രത്തിന്റെ റീ റിലീസ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മൂവി ടീം ഇന്നലെ പുറത്തുവിടുകയുണ്ടായി. 1989 പുറത്തിറങ്ങിയ ചിത്രം ഇപ്പോൾ റിലീസ് ചെയ്തിട്ട് 37 വർഷങ്ങൾ തികയുന്ന അവസരത്തിലാണ് ഡോൾബി അറ്റ്മോസ് 4K ദൃശ്യഭംഗിയിൽ കിരീടം റീ റിലീസിനെത്തുന്നത്. വരുന്ന ജൂലൈ മാസത്തിലാവും ചിത്രം റീ റിലീസ് ചെയ്യുകയെന്നും
സൂര്യയെ കേന്ദ്ര കഥാപാത്രമാക്കി വെങ്കി അട്ലൂരി സംവിധാനം ചെയ്തു വരുന്ന വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിൽ നിന്നും പട്ടാമ്പൂച്ചി എന്ന ഗാനത്തിന്റെ പ്രൊമോ വീഡിയോ മൂവി ടീം പുറത്തുവിട്ടിരുന്നു. GV പ്രകാശിന്റെ മ്യൂസിക്കിൽ സുബ്രലക്ഷ്മിയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഈ ഗാനത്തിന് വരികൾ ഒരുക്കിയിരിക്കുന്നത് അരുൺ രാജ കാമരാജ. നാളെ ജൂൺ 19-നാണ് ഈ സോങ് പുറത്തു വരിക. സൂര്യക്കൊപ്പം മമിത ബൈജു, രവീണ ടണ്ടൻ, രാധിക ശരത് കുമാർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന വിശ്വനാഥൻ ആൻഡ് സൺസ് വരുന്ന ഓഗസ്റ്റ് മാസം 14-ാം തീയതി മുതൽ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. അഭിനവ് സുന്ദർ നായകന്റെ സംവിധാനത്തിൽ വിനീത് ശ്രീനിവാസൻ നായകനായിട്ടെത്തിയ ഒരു ഡാർക്ക് ഹ്യൂമർ ത്രില്ലർ സിനിമയായിരുന്നു മുഖദ്ദുനുണ്ണി അസോസിയേറ്റ്. മികച്ച പ്രേക്ഷക പ്രശംസകൾ ഈ സിനിമയ്ക്ക് ലഭ്യമായെങ്കിൽ കൂടി തിയേറ്ററുകളിൽ അത്ര വലിയ വിജയം ഈ ചിത്രത്തിന് ലഭിച്ചിരുന്നില്ല. ഈ ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം വരുമെന്ന് മുൻപ് തന്നെ മൂവി ടീം അറിയിച്ചിരുന്ന കാര്യമായിരുന്നു. എന്നാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റുകൾ ഒന്നും തന്നെ വന്നിരുന്നുമില്ല. എന്നാൽ ഇപ്പോഴിതാ രണ്ടാം ഭാഗത്തെ പറ്റി ചിത്രത്തിന്റെ സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാം ഭാഗത്തിന് സീക്വലായിട്ടാവും രണ്ടാം ഭാഗം വരികയെന്നും ചില പുതിയ കഥാപാത്രങ്ങൾ രണ്ടാം ഭാഗത്തിൽ ഉണ്ടായിരിക്കുമെന്നും നിലവിൽ സ്ക്രിപ്റ്റ് വർക്കുകൾ നടന്നു വരുന്ന മുകുന്ദനുണ്ണി അസോസിയേറ്റ് 2-ന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തു വരുമെന്നുമാണ് അഭിനവ് സുന്ദർ നായക് പറഞ്ഞിട്ടുള്ളത്. ജനനായകൻ, ടോക്സിക് എന്നീ സിനിമകൾക്ക് ശേഷം KVN പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം നാളെ രാവിലെ 9:45-ന് പുറത്തു വരുമെന്ന് KVN തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. ഹോളിവുഡിൽ നിന്നും വൻ പ്രതീക്ഷകളോടെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു മാർവൽ സൂപ്പർ ഹീറോസ് ചിത്രമാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. ഈ ചിത്രം റിലീസിനെത്താൻ ഇനി കൃത്യം 6 മാസങ്ങൾ മാത്രം. വരുന്ന ഡിസംബർ 18-ാം തീയതിയാണ് ഡൂംസ്ഡേ റിലീസിനെത്തുക. ജോമോൻ ജ്യോതിറിനെ കേന്ദ്ര കഥാപാത്രമാക്കി ലിജീഷ് കുമാറിന്റെ തിരക്കഥയിൽ ആമിർ പള്ളിക്കൽ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പ്രേംപാറ്റ. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരുന്നു. ജോമോൻ ജ്യോതിറിനൊപ്പം സൈജു കുറുപ്പ്, അനുശ്രീ, സിദ്ദിഖ്, രാജേഷ് മാധവൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന പ്രേംപാറ്റ വരുന്ന ഒക്ടോബർ 9-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. ആലിയ ഭട്ടിനെ കേന്ദ്ര കഥാപാത്രമാക്കി യാഷ് രാജ് ഫിലിംസ് ഒരുക്കുന്ന ആൽഫ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിരുന്നു. യാഷ് രാജിന്റെ സ്പൈ യൂണിവേഴ്സിൽ ഉൾപ്പെടുന്ന ഈ ചിത്രത്തിൽ ആലിയ ഭട്ടിനൊപ്പം അനിൽ കപൂർ, ബോബി ഡിയോൾ, ഷർവാരി എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. മാത്രമല്ല സ്പൈ യൂണിവേഴ്സിലെ കബീർ എന്ന കഥാപാത്രമായിട്ട് എത്തുന്ന ഹൃത്തിക് റോഷനും ആൽഫയിൽ ഒരു കാമിയോ വേഷം കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും ഈ ഒരു ട്രെയിലറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ ട്രെയിലർ ഒരു എബോ ആവറേജ് അനുഭവമാണ് സമ്മാനിച്ചിട്ടുള്ളത്. വരുന്ന ജൂലൈ 3-ാം തീയതി മുതൽ ആൽഫ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. പൃഥ്വിരാജ് സുകുമാരനെയും മഞ്ജു വാര്യരെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഒടിയൻ. ഭൂതകാലം, പ്രമേയുഗം, DSERA എന്നീ സിനിമകൾക്ക് ശേഷം രാഹുൽ ഒരുക്കുന്ന ഒടിയൻ ഓർമ്മകൾക്കും വിശ്വാസങ്ങൾക്കും സങ്കല്പങ്ങൾക്കും ഇടയിലുള്ള ഒരു നാടോടി കഥയായിട്ടാണ് ഒരുക്കുന്നതെന്നും കേരളത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഐതിഹ്യങ്ങളിലൊന്നായ ഒടിയനെ പുതിയൊരു ചലച്ചിത്ര ഭാഷയിലൂടെ അവതരിപ്പിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും അന്തരീക്ഷവും ദുരൂഹതയും വികാരങ്ങളും നിറഞ്ഞ ഈ കഥ എന്റെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമാ സംരംഭമാണെന്നും സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ആദ്യം ഒടിയന്റെ ചിത്രീകരണം ഓഗസ്റ്റ് മാസം അവസാനത്തോടെ ആരംഭിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം വരുന്ന ജൂലൈ മാസത്തിൽ തന്നെ ഒടിയന്റെ ചിത്രീകരണത്തിന് തുടക്കമാവും. മലയാളത്തിൽ ഏറെ പ്രതീക്ഷകളോടെ അണിയറയിലൊരുങ്ങുന്ന ഒരു ഹൈ വോൾട്ടേജ് മാസ് ആക്ഷൻ എക്സ്പെരിമെന്റൽ സിനിമയാണ് ടിക്കി ടക്ക. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ, ഇബിലീസ്, കള തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ രോഹിത് VS സംവിധാനം ചെയ്യുന്ന ടിക്കി ടക്കയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആസിഫ് അലി കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന ഈ ചിത്രത്തിൽ 22-ലധികം ഫൈറ്റ് സീക്വൻസുകൾ ഉണ്ടെന്നും പ്രധാനമായും ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കാനാണ് കൂടുതൽ സമയം ഈ സിനിമയ്ക്കായി ചെലവായിട്ടുള്ളതെന്നുമാണ് ടിക്കി ടക്കയെ പറ്റി സംവിധായകൻ രോഹിത് VS തന്നെ ഒരു അഭിമുഖത്തിൽ വെച്ച് തുറന്നു പറഞ്ഞിട്ടുള്ളത്. ആസിഫ് അലിക്കൊപ്പം വാമിക ഗബ്ബീൻ, നസ്ലിൻ, ലുക്മാൻ, മഡോണ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ടിക്കി ടക്കയുടെ റിലീസ് തീയതി പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തു വരികയും ചെയ്യും.